വിയറ്റ്നാമിൽ ബുദ്ധൻ താമസിച്ചുകൊണ്ടിരുന്ന 5 ഗുഹകളിലായിട്ടാണ്. അതിലൊരു ഗുഹയിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. കുറച്ച് താഴോട്ടാണ്. പാറക്കെട്ടായതുകൊണ്ട് തന്നെ എല്ലാം പടികളെല്ലാം പാറ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരാൾക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. ഇവിടെ തല തട്ട് ശലം കുനിഞ്ഞ് പോകേണ്ടി വരും. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല വിസ്താരമുണ്ട്, നല്ല സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ബുദ്ധൻ 10 തലയുള്ള പാമ്പിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമ്മൾ മഹാവിഷ്ണു കിടക്കുന്ന കണക്ക് ബുദ്ധൻ കിടക്കുന്നൊരു രൂപം അവിടെ ഇതായി വരുവാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ച് കാണിച്ച് തരുവാണ്, മറ്റേ ടോർച്ചടിച്ച്. അവിടെ കറക്റ്റ് ഇപ്പോൾ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. അവിടെ നേരിട്ട് കാണുവാണെങ്കിൽ കറക്റ്റ് നല്ല ആ ഒരു രൂപം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും കേട്ടോ. ഫോണിലാണ്. ഇതിപ്പോൾ ഒരു ആനയുടെ തുമ്പിക്കൈ ഇതായിട്ട് വന്ന കണക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ ആനയുടെ തുമ്പിക്കൈ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ഓം നാദം കേൾക്കും. ഓം എന്ന് നല്ല രീതി മുഴങ്ങി അതിൽ ഫുള്ളിങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും കുറച്ച് നേരത്തേക്ക്. പിന്നെ ഇതിവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൻ്റെ ഇതിപ്പോൾ ആനയുടെ രൂപം ഇങ്ങനെ വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടില്ല, അതിനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡ്രാഗൻ്റെ ഒരു ചിറക് മുറിഞ്ഞൊരു ഭാഗം. ഇതിൻ്റെ അകത്തൊരു പാമ്പിരിക്കുന്ന കണക്ക്. ഇത് ഡ്രാഗൻ്റെ ചിറക് മുറിഞ്ഞ ഭാഗമാണ്. ഫോണിലൂടെ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് ബുദ്ധനിവിടെ താമസിച്ച സമയത്തേക്കും കുടിക്കാൻ ഉപയോഗിച്ച ജലമാണ്. അമൂല്യമായ ജലമാണ്. ഇതിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും. കുടിച്ച് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു നോക്കി. പക്ഷേ സാധാരണ നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. നല്ലതെന്ന് വെച്ചാൽ നല്ല തെളിഞ്ഞ വെള്ളം കുടിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. സാധാരണ വെള്ളത്തിനേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പുള്ളിക്കാരില്ലായിരുന്നെങ്കിൽ അകത്തോട്ട് കയറി പോയി നോക്കാമായിരുന്നു എന്താണെന്ന്. പക്ഷേ ആളവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് അകത്തോട്ട് കയറിപ്പോയാൻ സമ്മതിക്കുന്നില്ല. അകത്തോട്ട് ഞാൻ പോട്ടേന്ന് ചോദിച്ച് സമ്മതിക്കുന്നില്ല. റിസ്ക് ആണെന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഡ്രാഗൻ്റെ ഒരു സൈഡ് ചിറക് മാത്രമേ ഉള്ളൂ, ഒരു സൈഡ് രൂപം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു സൈഡ് മുറിഞ്ഞതെന്തോ കഥയാണ്. എനിക്ക് ആൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഇതൊരു പാമ്പ് പൊത്തിന്ന് പുറത്തോട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് ബുദ്ധൻ ഉറങ്ങിക്കൊണ്ടിരുന്ന സ്ഥലം. ഇന്ന് കുറച്ച് അകത്തോട്ട് കയറി പോകണം. പക്ഷെ അങ്ങോട്ടും അകത്തോട്ട് പ്രവേശനമില്ല കേട്ടോ. ഒരു ആളില്ലായിരുന്നെങ്കിൽ നമുക്ക് അകത്ത് കയറി നോക്കാമായിരുന്നു. കണ്ടങ്ങ് ഉള്ളിലായിട്ടാണ്, അവിടെയാണ്. ഇവിടെ എത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് പക്ഷെ ഇതിൻ്റെ അകത്ത് പ്രത്യേക ഒരു തണുപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോകാം. പക്ഷെ വരുവാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് കാണണം, സ്ഥലമെന്ന് കാണണം. നമ്മൾ ഇന്ത്യക്കകത്ത് കേരളത്തിൻ്റെ ഒരു 1-2 ദിവസത്തെ ട്രിപ്പ് പോകണ പൈസ ഉണ്ടെങ്കിൽ വിയറ്റ്നാം ഫുള്ള് ചുറ്റി കാണാം. അത്രയ്ക്ക് ചിലവ് കുറവാണ് ഇവിടെ. നിങ്ങളെല്ലാവരും വന്ന് കാണേണ്ട കാഴ്ചയാണ്.